രാവിലെ 6:15 സമയം വെറുതെ എറിഞ്ഞിട്ട വേസ്റ്റിൻ്റെ കൂടെ എറിഞ്ഞിട്ട പാവൽ മുളച്ച് തന്നെ കയറി വന്നതാണ് കേട്ടോ. അതിൽ 2 കായ്കളുണ്ടായി. നമ്മൾ യാതൊരു സംരക്ഷണവും കൊടുക്കണില്ല. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ വളരെ നന്നായിട്ടുണ്ടാവും എന്നുള്ളതിന് തെളിവാണിത്. നമ്മൾ കൂടും കടലാസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചീത്തയായി പോകാറാണ് പതിവ്. ഒരു പാവയ്ക്ക ഉണ്ടാകുമ്പോഴത്തേക്കും അത് ചീത്തയാകും, അത് മഞ്ഞ കളറിലാകും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകാറ്. ഇതുണ്ടല്ലേ ഇവിടെ വഴുതന, പപ്പായ ഇതെല്ലാം മുളച്ച് നിൽക്കുക. ഈ തെങ്ങിൻ്റെ ചുവട്ടിലാണ് കേട്ടോ ജൈവ വേസ്റ്റ് കൊണ്ടുവന്ന് അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്ന് ഇടുന്നത്. അതിൽ കഞ്ഞിവെള്ളം കാണും, പഴത്തൊലി കാണും, പച്ചക്കറിയുടെ തൊലികൾ കാണും, അങ്ങനെ എല്ലാം കാണും. അപ്പം അങ്ങനെ ആ സാധനങ്ങളൊക്കെ വളം വലിച്ചെടുത്തിട്ട് ഉണ്ടായ പാവയ്ക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ എല്ലാ തരം പച്ചക്കറികളും മുളച്ചിട്ടുണ്ട്. പപ്പായ ഉണ്ട്, അതുപോലെ മത്ത ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെറുതെ എറിഞ്ഞിട്ടിട്ട് ഉണ്ടായതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു മഞ്ഞ കളറായി തുടങ്ങി. അപ്പോൾ ഇന്ന് പറിച്ച് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. എന്ത് ജോലിക്ക് പോയാലും ഇവർ കൂടെ ഉണ്ടാവും കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ, രാവിലത്തെ ഒരു വൈബ് കാണാനായിട്ട്. ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടും. അങ്ങനെയാണ് ഇവിടെ ഓരോന്ന് മുളയ്ക്കണതും അത് വളമായി തീരണതും. ആ തെങ്ങിന് വളമാകട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതുപോലെ വേസ്റ്റുകൾ നമ്മൾ പറമ്പിലൊക്കെ ഇടാതെ ശ്രദ്ധിക്കണം. പാമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വേസ്റ്റ് തിന്നാൻ എലി വരും. അപ്പോൾ അതിൻ്റെ പുറകെ അതിനെ തിന്നാൻ പാമ്പ് വരും. അങ്ങനെയാണ് ഈ പാമ്പുകൾ വീടിൻ്റെ പരിസരത്തുണ്ടാവുന്നത്. അതുകൊണ്ട് വീടും പരിസരമൊക്കെ വളരെ ശുചിത്വം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ മഴക്കാലം തുടങ്ങുമ്പോഴേക്കും എലിപ്പനിയുടെ സമയമാവും. ഇതുപോലെ മുറ്റത്ത് പുല്ലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്ലൗസ് ഇട്ട് പറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് 2 വർഷം മുമ്പ് എലിപ്പനി വന്നു. ഞാൻ അധികം പുല്ലൊന്നും പറിക്കാൻ പോയില്ല. ഒരു ചെടിച്ചട്ടിക്കകന്ന് 2-3 പുല്ലൊന്ന് പറിച്ച് കളഞ്ഞതേ ഉള്ളൂ. പക്ഷേ എനിക്ക് എലിപ്പനിയാണെന്ന് മനസ്സിലായില്ല. ചെറിയൊരു പനി പോലെ അനുഭവപ്പെട്ടുള്ളൂ. തലവേദനയൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമായിട്ട് ആ അസ്വസ്ഥത മാറാത്തത് കൊണ്ട്, ഒന്നും കഴിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് അറിയണത് എലിപ്പനിയാണെന്ന്. അപ്പം നിങ്ങളും ശ്രദ്ധിക്കുക. മഴക്കാലം ആരംഭിക്കുമ്പോഴാണ് എലിപ്പനി പടർന്നു പിടിക്കുന്നത്. അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊതുകുകളും പെരുകുന്ന സമയമാണ് ഈ മഴക്കാലം. അതുകൊണ്ട് മഴക്കാലത്ത് ശുചിത്വം പാലിക്കുക, ശ്രദ്ധിക്കുക. കണ്ടില്ലേ തേനീച്ച, അവിടെ ചെറുതേനീച്ചയുണ്ട് കേട്ടോ, അതിനെ വളർത്തുന്നുണ്ട്. അത് തേൻ കുടിക്കാനായിട്ട് പാവലിൻ്റെ പൂവിൽ വന്നിരിക്കുന്ന കാഴ്ചയാണിത്. ഇതൊക്കെ മതിയില്ലേ നമുക്ക് രാവിലത്തെ അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷിക്കാൻ.